അതിൽ നിന്ന് തുടങ്ങണമെന്ന് എനിക്കറിയില്ല. എവിടെ അവിടെ എവിടെ പുതിയ ഡ്രസ് ഇട്ട് വന്നു. പുതിയ ഡ്രസ് ഇട്ടാ വന്നാണോ? എല്ലാവരും പുതിയ ഡ്രസ്സാ. പഴയ ഡ്രസ്സാ 2-3 ഇന്റർവ്യൂ കഴിഞ്ഞു. കൊല്ലായി. അങ്ങനെ തന്നെയാണ്. അപ്പൊ ദുർഗയിൽ നിന്ന് തുടങ്ങാം. എന്തായാലും ദുർഗ, ഒരു നല്ലൊരു സിനിമയുടെ ഭാഗം വീണ്ടും ആവുന്നു അല്ലേ? നിങ്ങൾ രണ്ടാമത്തെ സിനിമയാണെന്ന് എനിക്ക് ഉടല് കഴിഞ്ഞതിന് ശേഷമുള്ള അതാണല്ലോ നമ്മളൊരു ശ്രദ്ധ ആകർഷിച്ച സിനിമ എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചത് അതെ, നിങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചു. അല്ല, 4 സിനിമ ഷൈനുമായിട്ട് രണ്ടാമത്തെ സിനിമ. അപ്പം 4ഉം 2ഉം 6 സിനിമ. ഷൈൻ്റെ 100ാമത്തെ സിനിമ കഴിഞ്ഞിട്ട്. ധ്യാൻ്റെ എത്രാമത്തെ? എനിക്ക് ഞാൻ സത്യമായിട്ട് നോക്കിയിട്ടില്ല, അറിയില്ല, അറിയില്ല, എണ്ണി തിട്ടപ്പെടുത്തിയിട്ടില്ല. ദുർഗയുടെ എത്രാമത്തെ സിനിമ? എനിക്കറിയില്ല. 100 കഴിഞ്ഞിട്ട്. 100 എണ്ണിയോ? എണ്ണിയല്ലേ? ഷൈൻ എണ്ണി. പക്ഷെ 100 കഴിഞ്ഞിട്ട് പിന്നെ സിനിമകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കമൽ സാറിന്റെ 48ാമത്തെ സിനിമ. കമൽ സാറിന് 48ാമത്തെ സിനിമയാണ് വിവേകാനന്ദൻ. വൈറലാണ്. അവിടെയാണ് ഇവിടെ 100ലേക്ക് പോയത്. നമ്മൾക്ക് ഒരു ഡയറക്ടേഴ്സിന് അങ്ങനെയല്ലോ, ഒരു കൊല്ലത്തിൽ മേറി വന്ന് എത്ര പടം ചെയ്യാൻ പറ്റും? 3 പടം. അതെ അതെ. പക്ഷെ അജി സാറൊക്കെ ഒരു വർഷം അതിൽ കൂടുതൽ പടം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഉണ്ടാവും ആ സമയത്ത്. പക്ഷെ ഇപ്പൊ ഒരു സമയം ഒരു പടമല്ലേ, ഒരു വർഷം ഒരു പടമല്ലേ മാക്സിമം. അത് തന്നെ തീർന്നെങ്കിൽ പാടാണ്. എന്തായാലും നല്ലൊരു സിനിമയുടെ ഭാഗമായി വീണ്ടും എത്തിയിരിക്കുകയാണ്. ഈ സബ്ജക്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ ദുബായിലാണ് ഷൂട്ട്. എന്താണ് ഈ സബ്ജക്റ്റിലേക്ക് അത്രമായി ദുർഗയെ ആകർഷിച്ചത്? ഇതിന്റെ ഹ്യൂമർ തന്നെയാണ്. ഹ്യൂമർ ആദ്യമേ കിട്ടിയിരുന്നു. അതായത് നിഷാദിക്ക വന്ന കഥ പറയുന്ന സമയത്ത് ഞാൻ വേറെ ഒരു പ്രോഗ്രാമിന്റെ ഇടയിലായിരുന്നു കഥ കേൾക്കുന്നതൊക്കെ. അപ്പം ആ സമയത്ത് പറയുമ്പോഴും ഞാൻ ഒരുപാട് ചിരിച്ചിട്ടുണ്ടായിരുന്നു കഥകള്. പിന്നെ ആള് ഒരു ആക്ടറും കൂടി ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ പുള്ളി പെർഫോം ചെയ്തിട്ട് കൂടെ എനിക്ക് പുള്ളിയുടെ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ കഥ പറയുമ്പോഴും ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് തന്നെ ഞാൻ ഒത്തിരി എന്താ പറയുക എൻജോയ് ചെയ്തിരുന്നു. ഞാൻ ചിരിച്ചിട്ടുണ്ടായിരുന്നു പല പോർഷൻസും കേട്ടിട്ട്. പിന്നെ ഞാൻ ഇതുവരെ ഒരു ഹ്യൂമർ ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ ഇതിനകത്തുള്ള ആർട്ടിസ്റ്റുകൾ അത്രയും സീനിയറായിട്ട് ഇപ്പോൾ ഹ്യൂമറിൻ്റെ ഒക്കെ കിങ് എന്ന് പറയാം. മുകേഷ് ചേട്ടൻ, ഉർവശി ചേച്ചി, ധ്യാൻ ചേട്ടനും ഷൈൻ ചേട്ടൻ. അപ്പം അതൊക്കെ എനിക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ഹ്യൂമർ ചെയ്ത് നോക്കണം എന്നുള്ള എനിക്ക് എല്ലാ ഭാഗങ്ങളും ഒരു അഭിനേത്രി എന്നുള്ള നിലയിൽ എല്ലാം ശ്രമിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. ധ്യാനിൽ നിന്നും ഈ സിനിമയ്ക്കൊപ്പം ഉൾക്കൊണ്ട ഒരു പാഠം എന്തായിരിക്കും? ഈ സിനിമയ്ക്കൊപ്പം ധ്യാനിൽ നിന്നും ഈ സിനിമയ്ക്കൊപ്പം ഉൾക്കൊണ്ട ഒരു പാഠം നമുക്ക് ഓർത്തിരിക്കുന്ന ഒരു സംഭവം ഉണ്ടാവും. അതിന് പേര് ഉൾക്കൊള്ളലാണ്. ഉൾക്കൊണ്ട് നമ്മൾ ഇരിക്കുകയാണ് ഈ ലൊക്കേഷനിൽ ഉൾക്കൊണ്ട്. ഞങ്ങൾ ഇതിനു മുന്നേ കുറെ ഉൾക്കൊണ്ടിട്ടുള്ളത് കൊണ്ട് ഇതിൽ നിന്നായിട്ട് പ്രത്യേകിച്ച് ഉൾക്കൊള്ളേണ്ടി വന്നിട്ടില്ല. എങ്കിലും മുന്നേ ഇതായിട്ടുണ്ട് അല്ലേ? അല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒന്നുമില്ല. ഇല്ല. എനിക്ക് ഈ സിനിമയുടെ കഥ നിഷാദിനേക്കാളും വളരെ ഭംഗിയായി ഈ ഫ്ലൈറ്റ് യാത്ര കണ്ടിട്ട് ഞാൻ പല സിനിമകളും ചെയ്ത് അതിനിടയിലാണ് ഇത് വരുന്നത്. അപ്പം നിഷാദ് എന്നോട് ഇതിൻ്റെ ഒരു ലൈൻ പറഞ്ഞു, കഥ പറഞ്ഞു. എനിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ സിനിമയുടെ കഥ പറഞ്ഞത് ദുർഗയാണ്. ഞാനാണ് ഉൾക്കൊണ്ടത് ഈ സിനിമ. ഇൻഫാക്ട് അങ്ങനെയാണ് ഉൾക്കൊണ്ടത്. എന്റെ ക്യാരക്ടർ എന്താണെന്നും എനിക്ക് കൃത്യമായി ദുർഗയാണ് എനിക്ക് പറഞ്ഞു തന്നത്. ബിക്കോസ് ദുർഗക്ക് കൃത്യമായിട്ട് ഇതിന്റെ സിനിമയുടെ ഫുൾ പരിപാടി അറിയാവുന്ന ഒരാള് ദുർഗയായിരുന്നു. ദുർഗയുടെ അടുത്താണ് ചോദിക്കുക കാര്യമായിട്ട് അല്ലേ? സത്യമല്ലേ? അല്ല, ധ്യാൻ ചേട്ടൻ ഞാൻ ചോദിച്ചോ? അല്ല, നമ്മളെ ഫ്ലൈറ്റ് യാത്രക്കിടയിൽ ദുബായ് യാത്രക്കിടയിൽ ഈ ഷൂട്ടിന് അല്ലല്ല നമ്മളേതിലാണ്? എയർ അറേബ്യയിലാണ്. പണം പോലെ തന്നെ അറേബ്യ തന്നെയായിരുന്നു, ആ ഫ്ലൈറ്റ് തന്നെയായിരുന്നു. ഷാനിനോട് ഞാൻ പറയാൻ എന്റെ പൊന്നു ഷാനോട് നിൽക്കുക, ഞാൻ കാര്യങ്ങൾ പറഞ്ഞില്ലേ. ഒരു ഷൈനിന്റെ ഒരു പ്രത്യേകത, പല പ്രത്യേകത ഉള്ള ഒരു മനുഷ്യനാണ്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രത്യേകത എന്താണ്? പ്രത്യേകിച്ചൊന്നും ഇഷ്ടമല്ല. അങ്ങനെയല്ല, ഷൈൻ ചേട്ടൻ ഭയങ്കര എന്റർടൈൻമെന്റ് ആണ്. സെറ്റിലാണെങ്കിലും ഇപ്പം എല്ലാവർക്കും അറിയുന്ന കാര്യമുള്ളൂ. ഇപ്പോൾ ഇന്റർവ്യൂവിൽ ഇരിക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് എന്റർടൈൻ ചെയ്യിപ്പിക്കുക. എനിക്ക് ആ ഒരു കാര്യം ഭയങ്കര ഇഷ്ടം. പിന്നെ അതല്ലാതെ എനിക്ക് പേഴ്സണലി ഇപ്പൊ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ പൊതുവെ ഇപ്പം നമ്മൾ ദുബായിലാണെങ്കിലും ഞാൻ ഷോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ എവിടെയെങ്കിലും എന്റെ കാര്യങ്ങളായിട്ടിരിക്കും. പൊതുവെ ടെന്റിലോ വണ്ടിയിലോ ചൂടായിരുന്നു, അപ്പൊ ഒന്നെങ്കിൽ ടെന്റിലിരിക്കും അല്ലെങ്കിൽ വണ്ടിക്കകത്തിരിക്കും. പിന്നെ നമുക്ക് എവിടെയാണോ റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ മാറി ഇരിക്കും. ഞാനങ്ങനെ ഇപ്പൊ ഉടലിന്റെ സെറ്റിലാണെങ്കിലും ഞാൻ അങ്ങനെ ആയിരുന്നു.
ഷൂട്ടിംഗ് സമയത്ത് വർക്കിന്റെ ഇടയിൽ ഞാൻ അങ്ങനെ ഒരു എൻജോയ്മെന്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു സൗഹൃദം പുതുക്കാൻ അങ്ങനെയൊന്നും പോവാറില്ല. ആ ക്യാരക്ടറിൽ തന്നെ ഞാൻ മാറിയിരിക്കും. അപ്പൊ എനിക്ക് അങ്ങനെ ഇപ്പം ഈ പറയുന്ന പോലെ ഭയങ്കര ഒരു കൂട്ടുകെട്ടുകൾ കാര്യങ്ങളൊന്നും എനിക്ക് സിനിമയിൽക്കകത്ത് കുറവാണ്, വളരെ കുറവാണ് ഇപ്പോഴും. ഇപ്പോഴും അതെ. എനിക്ക് അപ്പൊ പടങ്ങൾ കുറയുന്നുണ്ടോ? പടങ്ങൾ കുറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പടങ്ങൾ ചെയ്യുന്നുണ്ട്, വർഷത്തിൽ 1-2 സിനിമ ചെയ്യുന്നുണ്ട്. അത്തരം ഒരു കൂട്ടുകെട്ടുകൾ ഇല്ലെങ്കിൽ സിനിമ കുറയുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? കൂട്ടുകെട്ടുകൾ എന്ന് വെച്ചാൽ എനിക്ക് സൗഹൃദങ്ങളില്ല എന്നേ ഉള്ളൂ. അതായത് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് കൊളീഗ്സ് ഉണ്ട്, ഞാൻ അവരായിട്ടൊക്കെ സംസാരിക്കും, കാണുമ്പോൾ മീറ്റിംഗ് ഹായ് ബൈ. ഇവരാരും ഭയങ്കര ജാടായിട്ട് നിൽക്കുന്നതല്ല, എല്ലാവരുമായിട്ടും ഭയങ്കരമായിട്ട് ഇപ്പൊ കാണുന്ന സമയത്ത് വളരെ മര്യാദയോടും സംസാരിക്കും, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഞാൻ ഒരു സൗഹൃദം ആരുമായിട്ടും ഇല്ല. അപ്പം എനിക്ക് ഷൈൻ ചേട്ടനൊന്നും പേഴ്സണലി അറിയില്ല, പക്ഷെ ആളുടെ ഒരു പ്രസൻസ് നമ്മളെ ഭയങ്കരമായിട്ട് എന്റർടൈൻ ചെയ്യിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഷൈൻ ചേട്ടൻ ആ ഒരു ക്വാളിറ്റി എനിക്ക് ഇഷ്ടം. ആ ക്വാളിറ്റി ഇഷ്ടമാണ്. മോശമായ ക്വാളിറ്റി ഉള്ള എന്താണ്? ധ്യാനം. നമ്മുടെ ക്വാളിറ്റി എന്താണെന്ന് പറയുന്നത് അതാണോ ഈ ഇന്റർവ്യൂടെ? ഞാൻ പറയട്ടെ, ഞാൻ ആരാ ഇവരെ ജഡ്ജ് ചെയ്യാൻ? ഞാൻ ആരുമല്ലോ. ഷൈനെ ജഡ്ജ് ചെയ്ത അത് മോശം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ എങ്ങനെ ജഡ്ജ് ചെയ്യുന്നത്? എനിക്കൊരിക്കലും പറയാൻ പറ്റൂല. എനിക്ക് ഇവരാരും പേഴ്സണലി ഭയങ്കര ഇതൊന്നുമില്ല. ഞങ്ങൾക്ക് ഈ സിനിമയിലുള്ള പരിചയം മാത്രമേ ഇവരെല്ലാവരുമായിട്ടുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള ഒരു കാര്യങ്ങളും ഞങ്ങൾ ഇതുവരെ സംസാരിക്കില്ല. രണ്ടുപേരുടെ ഇന്റർവ്യൂസ് കാണാറില്ലേ? പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് രണ്ടുപേരുടെ ഇടയിൽ ഇരിക്കുമ്പോ പേടിയാണ്. ഇന്റർവ്യൂസ് കാണാറില്ലേ? സത്യം പറഞ്ഞാൽ ഞങ്ങളെക്കാളും പേടിക്കേണ്ടത് നീ ഇദ്ദേഹത്തെയാണ്. നീ പേടിക്കേണ്ടത് അതും പേടിയാ. ഇദ്ദേഹമാണ് കേരളത്തില് ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂസിൽ ഏറ്റവും കൂടുതൽ പ്രഷർ കണ്ടിരിക്കുന്ന 2 വ്യക്തികളാണ് ഇരിക്കുന്നത്. താങ്കളെ കാണാത്ത ആരുമില്ല സാർ. അല്ല, പ്രഷർക്ക് ഇഷ്ടപ്പെടുന്ന ഏത് രീതിക്കാണ് ഇന്റർവ്യൂ ചെയ്തിട്ട് നമുക്ക് കിട്ടാവുന്ന കണ്ടന്റുകൾ തരുന്ന വ്യക്തികളാണ് ഇവര്. അത് നമ്മളൊക്കെ നല്ല രീതിക്ക് ഉൾക്കൊണ്ട് ചെയ്യുന്നതാണ്. ആളുകൾ വരുന്നത് എന്ത് പറയുന്നു എന്ന് നമ്മൾ നോക്കുന്നില്ല. ഇവർ രണ്ടുപേരുടെ ഇന്റർവ്യൂസ് ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്ത് പ്രഷർ കാണുന്നുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ ഗ്യാങ്ങിലാണ് ദുർഗ ഇപ്പൊ ഇരിക്കുന്നത്. അപ്പൊ ദുർഗയിൽ നിന്നും കുറെ സംഭവങ്ങൾ ദുർഗയ്ക്ക് മാത്രമാണ് അതിന് ഭാഗ്യമായിട്ട് രണ്ടുപേരുടെ ഇടയിൽ ഭാഗ്യമാണോ നിർഭാഗ്യമാണോ? അതെ, ഞാനത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കണ്ടൻസ് വരുന്ന 2 ആൾക്കാരുണ്ടാകുമ്പോ എന്റെ അടുത്തുനിന്ന് ഇവർ രണ്ടുപേരും സൈലന്റ് ആണ്. എനിക്ക് ഇങ്ങനെയല്ല ഇവരെ കാണുന്ന. ഞാൻ ഞങ്ങളെ തുള്ളിച്ചാടാം കസേരയില്. എന്താണ് ഷൈൻ ഇത്ര സൈലന്റ് എന്ന്? അല്ല, സൈലൻസ് ഉണ്ടാണെങ്കിലുള്ള ശബ്ദം അല്ലെങ്കിൽ സ്ഫോടനമൊക്കെ അറിയുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ സൈലൻസിലായിരിക്കണം ഇരിക്കേണ്ടത്, എന്നിട്ട് ശബ്ദമുഖരിതമായിരിക്കുന്ന ഒരു ആംബിയൻസിലാണല്ലോ സൈലൻസ് വർക്കാവുള്ളൂ. അതുപോലെ സൈലൻസിലുള്ള ശബ്ദവും വർക്കാവുള്ളൂ. എന്നോട് തിരിച്ചു ചോദിക്കല്ലോ, വർക്കായെന്ന് ചോദിക്കില്ല. ഞാൻ ചിലപ്പോ പെട്ടെന്ന് വർക്കായെന്ന് എന്നോട് ചോദിക്കും. എനിക്കത് കിട്ടി. കിട്ടിയില്ലേ? ഉറപ്പായിട്ട് കിട്ടും. ഈ പറഞ്ഞതുപോലെ ഷൈനെ, ഈ സിനിമയ്ക്ക് നമ്മൾ കുറെ കാത്തിരുന്നിട്ട് വരുന്ന സിനിമയാണ്. 2 സിനിമകൾ അടുപ്പിച്ചിറങ്ങാൻ പോകുന്നു. ഷൈൻ്റെ 2 സിനിമകൾ അടുപ്പിച്ചിറങ്ങും. ഇതിന്റെ ഓഡിയോ ലോഞ്ച് ആണെങ്കിൽ വലിയ രീതിക്കായിരുന്നു ട്രിവാൻഡ്രത്ത്. ഇതിന്റെ ലോഞ്ചിങ് തന്നെ ക്രൗൺ പ്ലാസിൽ വലിയ രീതിക്കാണ് നടത്തിയത് അല്ലേ? നല്ലൊരു പ്രൊഡ്യൂസർ, അത് നമ്മൾ എടുത്തണം. മെനിഷാനോടൊപ്പം കൈകോർത്ത നല്ലൊരു പ്രൊഡ്യൂസർ. അതുകൊണ്ടാണ് അത്രയും വലിപ്പത്തിൽ നമുക്ക് സിനിമകൾ ഉണ്ടാകുന്നത്. ധ്യാനിന്റെ കൂടെയാണ് ഈ സിനിമ അഭിനയിക്കുന്നത്. ദുർഗയാണ് നായിക. ആ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കി തന്നെ ഷൈൻ വരുന്നത്. ഷൈൻ അതിൽ ഒതുക്കി പോകുന്നുണ്ടോ? അല്ലെങ്കിൽ ധ്യാനാണ് കൂടുതൽ സീൻ, ഷൈനാണ് കൂടുതൽ സീൻ, അല്ലെങ്കിൽ മറ്റുള്ളവർ അങ്ങനെ വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ ഈ സിനിമയിൽ വരും? സത്യമായി ഞങ്ങൾ രണ്ടുപേരുമല്ലോ കൂടുതൽ സീൻ. ഇതിൽ ഞങ്ങൾ രണ്ടുപേരല്ല ഈ സിനിമയുടെ ഇത് സംസാരിക്കേണ്ട ആൾക്കാർ. മുകേഷ് ഏട്ടന് ഉർവശി ചേച്ചിയുടെ സിനിമയാണ് അയ്യർ എന്ന് പറയുന്നത്. ബാക്കി പുള്ളിക്കാരൻ അയ്യർ എന്ന് പറയുന്നത് മുകേഷ് ഏട്ടന്റെ ക്യാരക്ടറാണ്. അയ്യറുടെ മകനാണ് പുള്ളി. അപ്പൊ എന്തായാലും അയ്യറുടെ വേഷം എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്റെ അച്ഛനായിട്ട് അഭിനയിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഉർവശിയുടെ ക്യാരക്ടർ ഞാൻ ചെയ്തത് ശരിയാവില്ല. പിന്നെയുള്ളത് അയ്യറുടെ കാമുകയായിട്ട് റോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ അയ്യറുടെ റോള് ഓരോ പടത്തിലും ഓരോരുത്തർക്കും ഉള്ള റോളുകൾ കറക്റ്റായിട്ടുണ്ട്. ആ റോളുകൾ കറക്റ്റായിട്ട് ഓരോരുത്തർക്ക് കിട്ടുമ്പോഴാണ് ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു നടൻ ഉണ്ടാവുന്നത്. അല്ലാതെ കൂടുതലും നേരം വരുന്നത് കൊണ്ടും അല്ലെങ്കിൽ ആ ക്യാരക്ടർ നമുക്ക് ചേരാത്തൊരു ക്യാരക്ടർ ചെയ്യുമ്പോഴും നമുക്ക് ആക്ടറിനും ഉപകാരമില്ല, സിനിമയ്ക്കും ഉപകാരമില്ല. അപ്പോൾ ഇതിൽ ഫ്രെഡി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. അത് പുള്ളി ഒരു ദുബായിൽ അത്യാവശ്യത്തിന് അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഡെസേർട്ട് ഡ്രൈവറാണ്.
ഇദ്ദേഹം ഫ്രണ്ട്സുകളെ ദുബായിലേക്ക് വിളിക്കുകയും ദുബായിയുടെ എല്ലാ വഴികളിലൂടെ നടത്തുകയും വഴിതെറ്റിക്കുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് വളരെ മനോഹരമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അതെ പറ്റൂ. കാരണം ഒരുപാട് കൂട്ടുകാരിൽ നിന്ന് വഴിതെറ്റിയവനാണല്ലോ ഞാൻ. എന്നെ വഴിതെറ്റിച്ചു ഒരുപാട് സിനിമയല്ല ജീവിതത്തിൽ. സിനിമ പെട്ടെന്ന് പഴയ കാര്യങ്ങൾ ഓർത്തോളാം, പഴയ ഒരുമിച്ച് കിടക്കുന്ന കാര്യങ്ങൾ ഓർത്താം. ജഗള തിരുമന്റെ നമ്മള് കണ്ടിട്ടില്ലല്ലോ മുന്നേ. ഞങ്ങൾ ഓൾറെഡി വഴിതെറ്റി വന്ന ആളുകളായ കാരണം അങ്ങോട്ടും ഇങ്ങോട്ട് വഴിതെറ്റിക്കേണ്ട വന്നിട്ടില്ല. അല്ല, നിങ്ങൾ രണ്ടുപേരും വരുവാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ സിനിമയ്ക്ക് വലിയൊരു മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ടും ഒന്നിക്കുന്നു എന്നുള്ള മാർക്കറ്റിംഗ്, അത് പ്രേക്ഷകരുടെ മനസ്സിൽ ശരിക്കും ഒരു സ്ഥാനം ഉൾക്കൊണ്ടു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങൾ രണ്ടും ഒരുമിച്ച് വരുന്നതിൻ്റെ ഒരു പ്രത്യേകതയും ഈ സിനിമയ്ക്ക് ഉണ്ടാകുമെന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. പക്ഷെ ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെ സിനിമയല്ല എന്നുള്ളതാണ് ക്യാരക്ടർ ഉണ്ടല്ലോ. അതെ അതെ, അതിലൊരു പ്രത്യേകത ഉണ്ടാവില്ലേ? പക്ഷേ ഏറ്റവും എനിക്ക് തോന്നുന്നു ഏറ്റവും ചെറിയ സ്ക്രീൻ ടൈം ഉള്ളത് കമ്പാരിറ്റീവ്ലി, കാരണം ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യുന്ന മുകേഷ് ചേട്ടൻ, അവരുടെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫിലൊക്കെ മുകേഷ് ചേച്ചി മുകേഷ് ചേട്ടൻ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തതും മുകേഷ് ചേട്ടൻ്റെ ഉർവശി ചേച്ചിയുടെയും സീക്വൻസുകളും അവരുടെ ഹ്യൂമറുകളും, അല്ലെങ്കിൽ അവർക്കിടയിലുള്ള കുറേ രസകരമായിട്ടുള്ള പഴയ വിൻറ്റേജ് മുകേഷ് ചേട്ടൻ കുറേ പരിപാടികളുണ്ട് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന മുകേഷ് ചേട്ടനുണ്ട്. എനിക്ക് കേട്ടപ്പോഴും നിഷാദ് കഥ പറഞ്ഞപ്പോഴും അല്ലെങ്കിൽ ദുർഗ ഇതിനെപ്പറ്റി ഒരു ലൈൻ പറഞ്ഞപ്പോഴൊക്കെ എനിക്ക് ഇഷ്ടം തോന്നിയത് എൻ്റെ ക്യാരക്ടറിനോടോ അല്ലെങ്കിൽ ഞങ്ങളുടെ 3 പേരുടെ ക്യാരക്ടേഴ്സിനോടോ ഇവരുടെ ഒരു പരിപാടിയുണ്ട്. അത് ഭയങ്കര രസകരമായിട്ട് അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊരു എന്താ പറയണ്ടേ, അതിനൊരു ഭംഗി ഉണ്ടാവും, അതിനൊരു രസം ഉണ്ടാവും. ഞാൻ തിയേറ്ററിലൊരു രസം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഉണ്ടാവുന്നുള്ളവർ ഈ പറഞ്ഞ അച്ഛൻ എന്നോട് പറഞ്ഞ ഒരു ഇന്റർവ്യൂ പറഞ്ഞ അച്ഛൻ ഏറ്റവും അഭിനയത്തിന് ഏറ്റവും കഴിവുള്ള, അച്ഛൻ ഒത്തിരി നായികമാരുണ്ടെങ്കിലും ഉർവശിയാണെന്നാണ് എന്നോട് പറഞ്ഞത്. അച്ഛൻ ഒരു സിനിമ 1-2 സിനിമകളിൽ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള ഒരു നടി ഉർവശിയാണെന്നാണ് അച്ഛൻ എന്നോട് പറഞ്ഞത്. അതിന് ഒരു മാറ്റവും ഇല്ലാന്ന് ഈ സിനിമ കാണുമ്പോൾ വീണ്ടും തെളിയിക്കപ്പെടുന്നു അല്ലേ? പിന്നെ അവരെ നമ്മൾ മാർക്ക് കൊടുക്കേണ്ട ഒരു അതിൻ്റെയൊക്കെ വേ ഹെഡ് അവരൊക്കെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇതിനപ്പുറം ഒന്നും അവർ ചെയ്യാനൊന്നും ബാക്കിയില്ല. അപ്പം അത് എനിക്കൊന്നും എല്ലാ ഭാഷകളിലും അല്ലേ, തമിഴിലും തെലുങ്കിലും ഇതിലൊക്കെ. അപ്പോൾ അവരുടെ കൂടെയൊക്കെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അവരുടെ കൂടെ കുറച്ചെങ്കിലും അവരുടെ മകനായിട്ട് അഭിനയിക്കുക. എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഇതിലെ സിനിമയുടെ കഥയോടൊപ്പം തന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ മുകേഷ് ടീച്ചറുടെ മകനായിട്ട് അല്ലെങ്കിൽ മുകേഷ് ചേട്ടൻ്റെ മകനായിട്ട് ഒരു സിനിമ അത് നമ്മുടെ ഫിൽമോഗ്രാഫിയിൽ അങ്ങനെ ഒരു സിനിമ ഉണ്ടാവുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു, അത് നമ്മളൊരു ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നൊരു കാര്യമല്ലേ? ഉറപ്പാണ്. നിങ്ങൾ തമ്മിലുള്ള ഇൻ്റർവ്യൂസ് നിങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിക്കാറുണ്ടോ? ഷൈൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ കണ്ടു കഴിയുമ്പോൾ ഷൈനെ നിങ്ങൾ കാണുമ്പോൾ ഇല്ല, നമ്മളെ ഈ ഷൂട്ടിനിടയിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. അല്ല, അതിനുശേഷം ഇപ്പം ഇൻ്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ ഇന്റർവ്യൂ കണ്ടിട്ട് നന്നായിട്ട് ഇൻ്റർവ്യൂ കണ്ടിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഷൈൻ. അങ്ങനെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ട് നമ്മൾ നന്നായി ചെയ്തു ഒരു വർക്കാവുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അല്ല, നമ്മൾ അങ്ങനെ ഇന്റർവ്യൂ ഒരിക്കൽ എൻ്റെ ബാസിയുടെ ഒരു പരിപാടി ഉണ്ട്, തെരിമേരി എന്നുള്ള പരിപാടി. അതിൽ നിങ്ങളോട് വളരെ മോശമായിട്ട് ഞാനും ബാസിയും പെരുമാറിയത് ഇവര് ഞാൻ പറഞ്ഞതല്ലേ കൂടിയിരുന്ന് പറയുന്നത്. ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ പറഞ്ഞേ, ഇത്രയും മോശമായിട്ട് ഞങ്ങൾ എന്താണ് ഞങ്ങൾ പെരുമാറിയ ഞാൻ പെരുമാറിയിരുന്നു ശരിക്കും നിങ്ങളോട് അങ്ങനെ മോശമായിട്ട്? അല്ലല്ല, എനിക്ക് കൂടുതലായിട്ടും മോശമായിട്ട് പെരുമാറിയ ബാസിയായിരിക്കും. അതെ കൃത്യമായിട്ട് പറയും. ഞാൻ പറഞ്ഞു അവിടെ ഒന്നുമല്ലാതെ നിൽക്കേണ്ടതായി വന്നു. അതിൽ അവിടെ ഒന്നും പറയാൻ പറ്റാതെ ഏത് സുഹൃത്തിന്റെ കൂടെ നിൽക്കുന്ന പക്ഷെ നൈസായിട്ട് ബാസിയുടെ കൂടെ നിൽക്കുകയും ചെയ്തു. പക്ഷെ ഒരു സംശയം ഉണ്ടായിരുന്നു ഇടക്ക് ഉള്ളിൽ അല്ലേ, പുള്ളിനേക്കാൾ മുന്നേ കാണാൻ തുടങ്ങിയതാണ് ബാസി. ശരിയാ, കാരണം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയം വരെ പിന്നെ ഞാനും ബാസിയും ഓൾറെഡി സ്റ്റേജിലുമായിരുന്നു. ഞങ്ങൾ അതിലെ നടന്മാരുമാണ്. അപ്പൊ ഞങ്ങൾ ഓൾറെഡി നിങ്ങൾ അതിനുശേഷമാണ് സ്റ്റേജിലേക്ക് കയറി വന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതേപോലെ തന്നെ എനിക്കും ഭയങ്കര സൗഹൃദമുള്ള ഒരു സുഹൃത്താണ്. എന്നിട്ട് ഞാൻ കൃത്യമായി വന്ന് പറഞ്ഞു അവൻ ചെയ്ത മോശമാണ് അല്ലേ. ഒരു സുഹൃത്ത് മോശം ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണോ വേറൊരു കൂട്ടുകാരന്റെ കടമ അല്ലേ? ചോദ്യമാണ്. 2 കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഒരു കൂട്ടുകാരന്റെ കടമ. ഞാൻ നിങ്ങളെ പറ്റി മോശമായിട്ട് പറഞ്ഞില്ലല്ലോ, അവനെയും പറ്റി മോശമായിട്ട് പറഞ്ഞില്ല. പക്ഷെ കൂടുതൽ നേരം നിന്നത് ആ സൈഡിൽ വലിയൊരു സൈഡ് വലിയ പോയി. അത് പിന്നെ ഒരേ പ്രായക്കാരാകുമ്പോഴുണ്ടാവുന്ന ഇവിടെ പ്രായം ഒരു മാനദണ്ഡമാണെന്ന് എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് എതിരെ ഞാൻ അവിടെ ഒന്നും സംസാരിക്കുകയും ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളോട് ഇതൊക്കെ വീട് ഇങ്ങോട്ട് വാങ്ങാനല്ലേ പറഞ്ഞേ. ചില സമയത്ത് സൈലൻസ് ആണ് ഏറ്റവും വലിയൊരു ഇതാണ് മാറുന്നത്. ഇത്തരം ഘട്ടങ്ങളെല്ലാം എല്ലാ കാര്യത്തിനും അഭിപ്രായമുള്ള ഒരാൾ എന്തുകൊണ്ട് സംസാരിച്ചില്ല
കാരണം കൂട്ടുകാരെ തമ്മിൽ അടുപ്പിക്കുക, കൂട്ടുകാരെ തമ്മിൽ തെറ്റിക്കുന്ന പരിപാടി എനിക്ക് താല്പര്യമില്ലാത്ത കാര്യം. ഞാൻ മാക്സിമം അവരോട് പറയും വഴക്കും വെക്കാണോ ഇല്ലാതെ പോവാന്നുള്ളതാണ്. അത് ഇങ്ങനത്തെ ഒരു പ്രധാന ചടങ്ങൊക്കെ എനിക്ക് കയറി വരുന്ന സമയത്ത് അങ്ങോട്ട് പക്ഷെ ഒന്നും പറഞ്ഞില്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഒരു മിനിറ്റ്, ഇത് എന്ത് വിഷയം? ഞാൻ കൊറേ നേരം എന്ത് സംഭവം കണ്ടിട്ടില്ല. അതെന്താ വിഷയം അറിയില്ലല്ലേ? വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു നമ്മള്. അല്ല ഇത് പറഞ്ഞു വന്നപ്പോ ഇവരിപ്പോ എത്ര വലിയ വലിയ വലിയച്ചന്മാരെ സംസാരിക്കുക. ചെയ്ത് മോശമായി പോയി, ചെയ്ത് മോശം. കാരണം ഞങ്ങൾ സിനിമ ചെയ്ത് മോശമല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഒരു മോശം എങ്ങനെ കണ്ടുപിടിക്കും? അത് ശരിയാ, അതൊരു വലിയ നമ്മൾ ഇപ്പൊ ഇത്ര നല്ല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം മോശപ്പെട്ടതും ഭയങ്കര അഗ്ലി ആയിട്ടുള്ള ആൾക്കാരാണ് ആക്ച്വലി ഞങ്ങള്. ആ അഗ്ലിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അന്യന്റെ ഒരുപാട് മുഖങ്ങളുണ്ട്. ഞാൻ വിട്ടു ആ ചോദ്യം പിൻവലിച്ചിരിക്കുന്നു. ഇതൊരു സുഹൃത്തുക്കൾക്കിടയിൽ നടന്നൊരു സംഭവമായി കണക്കാക്കി കൂടെ എന്നുള്ള രീതിയിലാണ് കണക്കാക്കി. ഞാനൊരു സുഹൃത്തുക്കളുടെ ഇതിൽ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. എന്റെ സുഹൃത്താണല്ലോ അവൻ. അതെ അതെ, നിങ്ങളെന്റെ സുഹൃത്താണ്, അദ്ദേഹം എന്റെ സുഹൃത്താണ്. അപ്പൊ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ. അത്രേ ഉള്ളൂ. സത്യസന്ധമായ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞു. ആ അഭിപ്രായം അവിടെ നിന്ന് ദുർഗയ്ക്ക് ഒന്നും അറിയാൻ ദുർഗ ഭയങ്കര ബ്ലാങ്ക് ആയിട്ടിരിക്കുകയാണ്. എന്തോടെ സംഭവിക്കുന്നത്? അല്ല, ഈ ദുർഗ പറഞ്ഞു വെച്ച ഒരു വേറൊരു പോയിന്റിലേക്കാണ്. ദുർഗ പറഞ്ഞല്ലോ, ദുർഗയ്ക്ക് അത്ര സൗഹൃദങ്ങളില്ല, അത്ര കൂട്ടുകളില്ല. ദുർഗയുടെ ഞാൻ സിനിമയെ കുറിച്ച് ദുർഗയുടെ ഇപ്പോൾ ചോദിച്ചു. സിനിമകൾ അങ്ങനെ കൂട്ടുകെട്ടുകൾ ഇല്ലാതെ സിനിമകൾ അങ്ങനെ നിലനിൽക്കുന്നു. ദുർഗ വർഷത്തിലൊരു സിനിമയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു സിനിമയ്ക്ക് ഒരു ഫോക്കസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ എന്ത് ഫോക്കസ് ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഒരു കൂട്ടുകെട്ട്, വലിയ കൂട്ടുകെട്ട്, അല്ല മട്ടാഞ്ചേരി ഒരു കൂട്ടുകെട്ട്, അല്ലെ ട്രിവാൻഡ്രം ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കൂട്ടുകെട്ട് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്കറിയാവുന്നതാണല്ലോ. അങ്ങനെ നിന്നാലാണ് കൂടുതൽ സിനിമ കിട്ടുകയുള്ളൂ എന്നുള്ള വിഷയം. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ നിന്നതുകൊണ്ട് സിനിമ കിട്ടാത്ത ആൾക്കാരുണ്ട് അവരെ കൂട്ടത്തിൽ തന്നെ, അല്ലേ? അങ്ങനെയാണെങ്കിൽ ട്രിവാൻഡ്രംകാരെ മാത്രം വെച്ച് സിനിമ എടുക്കണം, കൊച്ചിക്കാരെ മാത്രം വെച്ച് സിനിമ എടുക്കണം. അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ അഫ്കോഴ്സ് ഒരു ഫേവററ്റിസം ഉണ്ടല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ചേട്ടൻ തന്നെ ഉദാഹരണം, നമ്മുടെ കൂടെയുള്ള അടുത്ത് നിൽക്കുന്ന ഒരാളെ പറ്റി പെട്ടെന്ന് എനിക്ക് പറയാമല്ലോ, വേറെ ആൾക്കാരെ പറ്റി പറഞ്ഞു. ചേട്ടൻ ഏറ്റവും കൂടുതൽ അടുത്തറിയാവുന്ന ആൾക്കാരെ വെച്ച് സിനിമ ചെയ്യാനാണ് പുള്ളിക്ക് ഇഷ്ടം. പുള്ളിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, പുള്ളിക്ക് പരിചയമുള്ള ആൾക്കാരുമായിട്ട് സിനിമ ചെയ്യാൻ പുള്ളി ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇതിൻ്റെയൊക്കെ ഒരു സാധനം വെച്ചാൽ ഒരു കംഫർട്ട് സോൺ ഉണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മൾ അപ്പം അത് അവർക്ക് അത് ഡയറക്ടേഴ്സ് അൾട്ടിമേറ്റ്ലി ഇത് ക്രിയേറ്റേഴ്സിൻ്റെ തീരുമാനമാണല്ലോ. ഒരു ഡയറക്ടറാണല്ലോ തീരുമാനിക്കുന്നത് ആ സിനിമയിൽ ആരഭിനയിക്കണം എന്നുള്ളത്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല സ്റ്റാർസ് ഇന്ന് റെഫർ ചെയ്യുമായിരിക്കും ചിലപ്പോൾ പ്രധാന നടന്മാർ ചിലപ്പോൾ ഈ കുട്ടീനെ നായികയാക്കാം അല്ല അങ്ങനെയൊക്കെ ചിലർ പറയുമല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഭയങ്കരമായി കൈകടത്തി അഭിപ്രായം പറഞ്ഞ് ഈ കുട്ടീനെ വെച്ചാലേ പറ്റൂ എന്നൊന്നും പറയുന്ന നായകന്മാരെന്നൊന്നും ഇല്ല. ഡയറക്ടറാണല്ലോ അൾട്ടിമേറ്റ്ലി തീരുമാനിക്കുന്നത് ഇന്ന ആൾക്കാർ എൻ്റെ സിനിമയിൽ ഉണ്ടാവണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്വാഭാവികമായിട്ടും ഇപ്പോൾ ദുർഗ ഉടൽ എന്ന് പറഞ്ഞ സിനിമയിൽ വരുന്ന രതീഷ് ചേട്ടൻ എന്നോട് പറയുമ്പോൾ ദുർഗ ചെയ്താൽ നന്നായിരിക്കുന്ന, അത് ഞാനും ദുർഗ എന്നോട് ഓൾറെഡി വർക്ക് ചെയ്താണ്, ലവ് ആക്ഷനിൽ വർക്ക് ചെയ്താണ്. ദുർഗ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ഇരിക്കുകയാണ് പറഞ്ഞത്. അപ്പം ഞാൻ ദുർഗ ചെയ്താൽ രസമായിരിക്കും. കാരണം ദുർഗ നമുക്കറിയാം ആ ദുർഗക്ക് ഇത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വേറെ ആർട്ടിസ്റ്റിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലല്ലോ എനിക്ക് തോന്നുന്നു. നേരെ ദുർഗയിലോട്ട് വന്നിട്ട് സിനിമയാകും രതീഷ് ചേട്ടൻ പറഞ്ഞപ്പോൾ. രതീഷ് ചേട്ടന് ദുർഗനെ പരിചയമില്ല, ഞങ്ങൾ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രൂവ് ചെയ്തിട്ടുള്ള ആക്ടേഴ്സ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും മലയാളത്തിൽ നടിമാർ കമ്പാരിറ്റീവ്ലി നടന്മാരെ സംബന്ധിച്ചിടത്തോളം കുറവാണ്. കുറച്ച് ആൾക്കാരേ ഉള്ളൂ പ്രധാന നടിമാരെന്ന് പറയുമ്പോൾ, വളരെ കുറവാണ്. അതിൽ ഓൾറെഡി ദുർഗ പ്രൂവ് ചെയ്തിട്ടുള്ള നടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉടലൊക്കെ വന്നപ്പോൾ എനിക്കൊന്ന് ഒറ്റ ഓപ്ഷനെ വെച്ചിട്ടുള്ളത് ദുർഗയിലോട്ട് തന്നെ പോയി. ദുർഗ അത് ഗംഭീരമായിട്ട് ചെയ്തു. ക്രിട്ടിക്സ് അവാർഡ് അടക്കം ദുർഗ കിട്ടിയില്ലേ? കിട്ടി. അപ്പൊ അത്തരം ഒരു കൂട്ടുകെട്ടിൽ മാത്രം നിന്നുകൊണ്ട് അങ്ങനെ മാത്രം ഇല്ല, ഒരു കൂട്ടുകെട്ടുകൾ ഉണ്ട് ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞ അൾട്ടിമേറ്റ്ലി തീരുമാനിക്കുന്ന ക്രിയേറ്റേഴ്സ് ആണ്. അല്ലാതെ ആ ക്രിയേറ്റേഴ്സ് അവർക്ക് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ നോക്കുമ്പോൾ പ്രിയനങ്ങൾ ആയിക്കോട്ടെ, പ്രിയദർശൻ ആയിക്കോട്ടെ, സത്യനന്ദിക്കാട് ആയിക്കോട്ടെ, സത്യനന്ദികളെ സിനിമയിലൊക്കെ ഇന്നസെന്റങ്ങൾ, ഒടുവിൽ പപ്പു ചേട്ടൻ, ഇവരൊക്കെ എന്താ അമുക്കോയ, ഇവരുടെയൊക്കെ ഇഷ്ടപ്പെട്ട നടന്മാരാണ്. പിന്നെ അങ്ങനെ ഒരു ക്യാരക്ടർ അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ ഭംഗിയായി ചെയ്യുന്നുള്ളൊരു കോൺഫിഡൻസും കൂടെ ഉണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ഒരു കൂട്ടുകെട്ട്, ഒരു ഗ്രൂപ്പിസ് ഒന്നും അതിനെ വിളിക്കാൻ പറ്റില്ല. അവരൊക്കെ എക്സൽ ചെയ്തിട്ടുള്ള ആക്ടേഴ്സും കൂടെ, അവരുടെ മെറിറ്റും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും മെറിറ്റുള്ള ആക്ടേഴ്സാണ് ഇവരുമായിട്ട് വർക്ക് ചെയ്ത് ഒരു കംഫർട്ട് സോൺ അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും ഒരു സൗഹൃദം ഉണ്ടായിട്ടുണ്ടാവും. അത് ഹെൽപ്പ് ചെയ്യും ഡെഫിനറ്റ്ലി, ഉറപ്പാണ്. നിങ്ങൾ രണ്ടുപേരും, എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇറങ്ങുന്ന ഒരുപാട് സിനിമയിലൊക്കെ നിങ്ങളുണ്ടാവും. നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നിയിട്ട് രണ്ടുപേരും നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നും നമ്മൾ ഇത്രമാത്രം സിനിമകൾ ചെയ്യണം, സിനിമകൾ പരാജയപ്പെടാം, വെറുതെ ഡേറ്റുകൾ കൊടുക്കും. വെറുതെ വെച്ചാൽ പൈസയ്ക്ക് തന്നെയാണ് ഡേറ്റുകൾ കൊടുക്കുന്നു. നമ്മളെല്ലാ സിനിമയും സുഹൃത്ത് വലയത്തിൽ പോലും സിനിമ ചെയ്യാൻ തയ്യാറാവുന്ന രണ്ട് വ്യക്തികളാണ് എൻ്റെ അറിവിൽ, രണ്ട് വ്യക്തികൾ. അത് നിങ്ങൾക്ക് ദൂഷ്യമായി വരുന്നുണ്ടോ?
പല സിനിമകളും സിനിമകൾ അങ്ങനെ ഒരുപാട് ചെയ്യുന്നത് ദൂഷ്യമായി വരുന്നുണ്ടോ എന്ന് തോന്നാറില്ല. പക്ഷെ ഇന്റർവ്യൂസ് എത്രയധികം കൊടുക്കുന്നത് ദൂഷ്യമായി വരുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് തോന്നാറുണ്ട്. അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അങ്ങനെ ഇരിക്കും. അതെ, അതുകൊണ്ട് കാര്യമില്ലല്ലോ. നമ്മൾ ചെയ്യുന്ന പടങ്ങളൊക്കെ പ്രൊമോഷന് വേണ്ടി വന്നിരിക്കണ്ടേ. അത് അങ്ങനെയാണല്ലോ നമ്മൾ തമ്മിൽ ഏറ്റവും കൂടുതൽ കണ്ടിടും പരിചയമാവുന്നതൊക്കെ അല്ലേ. അപ്പോൾ ഒരു പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാം നമ്മൾ ചെയ്യാൻ ഉത്തരവാദപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്റർവ്യൂസ് ഒരുപാട് ചെയ്യുന്നതുകൊണ്ട് ആളുകൾ പറയുന്നത് എന്തിനെത്ര ചില ആളുകൾ ചോദിക്കും നമ്മുടെ അടുത്ത് എന്തിനെത്ര ഇന്റർവ്യൂസ് കൊടുക്കണമെന്ന്. അതായത് ഒരു പടം ചെയ്യുമ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് 2-3 ദിവസം ഇന്റർവ്യൂസ് കൊടുത്തേ പറ്റൂ. അത് നമ്മുടെ കർത്തവ്യമാണ്. അപ്പോൾ അത് നിങ്ങൾക്കാണെങ്കിലും വേറെ ആർക്കാണെങ്കിലും ഞാൻ ഇപ്പോൾ കഴിഞ്ഞ 5 ദിവസമായിട്ട് ഇന്റർവ്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുക. പടം ഒരുപാട് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നം തോന്നാറില്ല. പക്ഷെ ഇന്റർവ്യൂസ് അടുപ്പിച്ച് ഇങ്ങനെ ഒരുപാട് കൊടുക്കുന്നതുകൊണ്ട് ആളുകൾ ഇപ്പൊ കാണുമ്പോൾ പറയുന്നത് ഇന്റർവ്യൂസ് ഒക്കെ കാണാറുണ്ട് കേട്ടോ. പടം കാണണം അല്ല, ഇന്റർവ്യൂസ് കാണാറുണ്ടല്ലോ. അല്ല, പടം കാണാൻ വേണ്ടിയിട്ടാണ് ഇന്റർവ്യൂസ് കൊടുക്കുന്നത്. സിനിമ കാണുന്നുണ്ടെന്ന് പറയുന്നില്ല അല്ലേ?